എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേഡീസിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫെർട്ടൈൽ ടൈം പീരീഡ് ഏതാണ്, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ടൈം പീരീഡ്. ഈ ഒരു ടൈം പീരീഡിൽ സേഫ്റ്റി മെഷേഴ്സ്, അതായത് കോണ്ടം പോലുള്ള അല്ലെങ്കിൽ ഗർഭനിരോധന ഉറകളൊന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സേഫ് ടൈം പീരീഡ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ സേഫ് ടൈം പീരീഡ് ഒക്കെ അറിയുമ്പോൾ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു കാമുകി ആ ടൈമിലുള്ള സെക്സും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കും എന്ന രീതിയിലൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ നല്ല മാനം കണ്ടിട്ടാണ്, നല്ല സൈഡ് കണ്ടിട്ടാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ഒരു നല്ല കണ്ടന്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്നത്തെ കണ്ടന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഇനി ആക്സിഡൻ്റലി ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് കുട്ടികൾ ഉണ്ടാവാൻ ആ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡിൽ സെക്ഷലി ബന്ധപ്പെട്ടു, അബദ്ധം പറ്റി, കോണ്ടം യൂസ് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെയ്തതിന് ശേഷം ടെൻഷൻ അടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ള പല മെത്തേഡ് എന്ന രീതിയിൽ പല ഫ്രൂട്ടും അതും ഇതും പപ്പായ അതുപോലെയൊക്കെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവും, കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും അത്ര കണ്ട് ഇഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് അല്ല എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ കേസിലാണ് ഇങ്ങനെയുള്ള അബദ്ധം പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നല്ല മദ്യപിച്ചൊക്കെ പോയിട്ട് ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കത്തില്ല. കാരണം മദ്യപിച്ചെന്ന് വേണ്ട, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല കിക്കൊക്കെ കയറിയിട്ട് പോയിട്ട് എടുത്ത് ചാടി ചെയ്തതിന് ആ ഒരു കിക്കൊക്കെ പോയതിന് ശേഷമായിരിക്കും അബദ്ധം മനസ്സിലാവുക, പണി പാളി, ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡാണ്, കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ടെൻഷൻസും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു അൺനോൺ പേഴ്സണുമായിട്ട് പോയി ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ടെൻഷനും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഡിസീസ് വരുന്നതാണെങ്കിൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചർച്ച ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്ന് പ്രഗ്നൻസിയാണ് മെയിനായിട്ട് നോക്കുന്നത്. സോ ഇങ്ങനെ അബദ്ധത്തിൽ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മദ്യപിച്ച് മാത്രമല്ല, ചിലരൊരു ആവേശത്തിൽ കയറിയിട്ട് ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കാണ്ട് ചെയ്യുന്നുണ്ടാവും. മറ്റു ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടത്തിന് ചെറിയ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ അബദ്ധം പറ്റുന്നവരുണ്ട്. ചിലരുടെ കേസിൽ ആ ഒരു കോണ്ടം ഇല്ലെങ്കിൽ ഗർഭനിരോധന ഉറ സ്ലിപ്പായി പോയിട്ട് അബദ്ധം പറ്റുന്ന കൂട്ടരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കേസസുകളിൽ അബദ്ധം പറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തൊരു കൂട്ടുകാർ, നമ്മളെ മുമ്പേ തന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് സംസാരിക്കാറുണ്ട്, നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എന്നോട് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവിച്ച മറ്റൊന്നല്ല, ഒരു പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്, അതൊരു കാമുകി റിലേഷൻഷിപ്പാണ്. അതിൽ അവർക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി ബന്ധപ്പെട്ടു, പക്ഷേ കോണ്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ചു. അതിനുശേഷം അയാൾ പെനട്രേഷൻ തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടരുമ്പോൾ ആ ഒരു കോണ്ടം ലൂസായിട്ട് വജീനേൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ ആകെപ്പാടെ ടെൻഷനായി. ഈ ഒരു സെമൻ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ടോ, അതൊരു ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡാണ്, കുട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈം പീരീഡ് കൂടിയാണ്. അപ്പോൾ ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യും എന്നുള്ളത്. സംഭവിച്ചതിന് ശേഷം പലരും ആകുലപ്പെടല, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. എടുത്തു ചാടി കാര്യങ്ങളിലോട്ട് പോകും, പിന്നീട് അബദ്ധം പറ്റും, ആകെപ്പാടെ പണി വാളും. അങ്ങനെ ഒരു ടെൻഷനിലാണ് എന്നോട് ചോദിച്ചത്, എന്താണ് ഇനിയുള്ളൊരു മെത്തേഡ്, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ഇനി എന്തെങ്കിലും രീതിയിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഇമീഡിയറ്റ്ലി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമുക്ക് നോക്കാം. 2 മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്കൊരു ചിത്രം വരച്ച് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ ലോഗോ തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ, ഒരു പോർട്രേറ്റ് ഡ്രോയിങ് ആണ്. പുള്ളിക്കാരുടെ ചാനലൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ചിത്രം വരച്ച് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. പറ്റുവാണെങ്കിൽ ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ചാനൽ തന്നെയാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. നല്ല നല്ല വർക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം. 2 തരം മെത്തേഡ്സ് ആണ് ഇങ്ങനെ അബദ്ധത്തിൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കുക. പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ ചില കേസിലെല്ലാം പറയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ മാക്സിമം കോണ്ടംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗർഭനിരോധന ഉറകൾ മാക്സിമം യൂസ് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ അത് ശ്രദ്ധയോട് കൂടിയിട്ട് ഫെർട്ടൈൽ ടൈം പീരീഡ് ആണെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ കോണ്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അല്ലാണ്ട് ഇതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു പോയി അതിനുശേഷം ടാബ്ലറ്റ്സോ എന്തെങ്കിലും തേടി പോകുന്നതിലുപരി ഏറ്റവും നല്ല മെത്തേഡ് അത് തന്നെയാണ്, മുമ്പേ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതാണ്. ഇനി മെത്തേഡിൽ നമുക്ക് 2 എണ്ണം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് ആണ്. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സുകളാണ്. ഇത് പല പേരുകളിലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ കേട്ട ഒരു കോമൺ പേരായിരിക്കും ഐ പിൽ എന്ന പേര്.
അപ്പോൾ ഈ IPLs എന്ന് പറഞ്ഞാൽ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ആണ്. പ്രൊജസ്ട്രോൺ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ്. ആക്ച്വലി ലേഡീസിൻ്റെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫംഗ്ഷൻസിന് ആ ഒരു ഹോർമോൺ, ആ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൊക്കെ പല ഫംഗ്ഷൻസ് അതിനുണ്ട് കേട്ടോ. എനിവേ ആ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. IPL എന്ന പേരിൽ നമ്മൾ കോമൺലി അവൈലബിൾ ആണ്, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പല പേരുകളിലുണ്ട് കേട്ടോ. ആ ഒരു ടാബ്ലറ്റ് പല പേരുകളിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധപ്പെട്ടതിന് ശേഷം ഇനി ഈ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈം പീരീഡിൽ ബന്ധപ്പെട്ടു, കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അബദ്ധം പറ്റിപ്പോയി എന്നാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് 72 മണിക്കൂർ, അതായത് ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു 99% വരെയൊക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയെ തടയാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഗ്നൻസി അടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇത് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും തന്നെ ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു മെൻസസ് സൈക്കിൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സേഫ് ടൈം പീരീഡും ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡും. അപ്പോൾ ആ ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡ് ഏകദേശം ഒരു 10 ദിവസത്തോളം വരുന്ന ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ നമ്മൾ ഏത് സമയത്ത് ബന്ധപ്പെട്ടാലും കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ചാൻസ് എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം നമ്മൾ ബന്ധപ്പെട്ടു, പിന്നീട് വീണ്ടും 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 ബന്ധപ്പെട്ടു, മൾട്ടിപ്പിൾ ടൈംസ് പല ടൈം പീരീഡിലായിട്ട് ഈ ഒരു 10 ദിവസത്തിൽ പല സമയത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചതിനെ കൊണ്ട് ഈ 10 ദിവസവും കവറപ്പായി പോവുകയും ചെയ്യില്ല. സോ ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും ടാബ്ലറ്റ്സ് കഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ വീണ്ടും വീണ്ടും നമ്മൾ ഈ മൾട്ടിപ്പിൾ ടൈംസ് സെക്സ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ടൈംസ് ഈ ഗുളിക കഴിക്കുകകൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഒരു ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാവും, അതിൻ്റെതായ മാറ്റങ്ങൾ, സൈഡ് ഇഫക്ട്സുകൾ നമ്മുടെ ശരീരത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ മൾട്ടിപ്പിൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന അത്ര നല്ലതല്ല. ആ ഒരു കേസിലെല്ലാം കോണ്ടം യൂസ് ചെയ്യുന്ന തന്നെയാണ്, ഗർഭനിരോധന ഉറകൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്നുള്ളത്. അല്ലാണ്ട് ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ എഫക്ട്സുകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലാണ്ട് അബദ്ധത്തിൽ ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കോണ്ടം യൂസ് ചെയ്തു പൊട്ടിപ്പോയി, അതുപോലെ വേറെ എന്തെങ്കിലും കേസ്, എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾക്ക് ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയി, മദ്യത്തിന് പുറത്ത് സംഭവിച്ചു പോയി, ഇല്ലെങ്കിൽ ഒരു എടുത്തിയാടത്തിൻ്റെ പുറത്ത് സംഭവിച്ചു പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഫെർട്ടൈൽ ടൈം പീരീഡിൽ ബന്ധപ്പെടണം, അതും ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിൽ ബന്ധപ്പെടണം, അത് ബന്ധപ്പെട്ടതിന് ശേഷം ഗുളിക കഴിച്ചുകൊണ്ടേ ഇരിക്കാം, അങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാം. ആ രീതിയിൽ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. ഒരു എമർജൻസി കേസ് വരുവാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് കൺസ്യൂം ചെയ്യുക, അല്ലാത്ത പക്ഷം അതിനോട്ട് ആ ഒരു കാര്യത്തിലോട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഈ ഒരു മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് കോപ്പർ ടീ എന്നുള്ളത്. കോപ്പർ ടീ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോപ്പർ ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാലോപ്പിൻ ട്യൂബിലും ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം വയ്ക്കുന്ന പരിപാടിയാണ്, ഒരു ട്യൂബ് കയർത്ത് വിട്ടിട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു നമ്മൾ ബന്ധപ്പെട്ടു, കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ടൈമിലാണ് ബന്ധപ്പെട്ടത്, ടെൻഷനായി എങ്കിലും അവിടെയും നമുക്ക് ഈ കോപ്പർ ടീ യൂസ് ചെയ്യാൻ പറ്റും 5 ദിവസത്തിനുള്ളിൽ. ഇപ്പോൾ ഇന്നാണ് ബന്ധപ്പെടുന്നെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ഈ ഒരു കോപ്പർ ടീ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. 99% സാധ്യത ഇതിനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ടുള്ള 99% സാധ്യത ഈ ഒരു കോപ്പർ ടീക്കും ഉണ്ട്. സോ ബന്ധപ്പെടുവാണെങ്കിൽ ഈ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒരു കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ടൈമിൽ ബന്ധപ്പെട്ടു, അബദ്ധം പറ്റി എന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഈ IPL എടുക്കുക, 72 മണിക്കൂറിനുള്ളിൽ IPL എടുക്കുക, നല്ല രീതിയിൽ ആ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു മെത്തേഡ് എന്ന് വെച്ചാൽ കോപ്പർ ടീ മെത്തേഡാണ്. കോപ്പർ ടീ 5 ദിവസത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. 99% തന്നെ അത് തടയാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കോപ്പർ ടീ യൂസ് ചെയ്യുകയാണെങ്കിൽ, കോപ്പർ ടീ വെച്ച ടാബ്ലറ്റ് എന്നല്ല കേട്ടോ, ഈ വജീനയിലൂടെ ഒരു സംഭവം കിടത്തി വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് പിന്നീട് വേണമെങ്കിൽ ഈ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡിൽ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സംഭവം കോപ്പർ ടീ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, ഒരുപാട് ആകുലതകളുണ്ട്, അത് യൂസ് ചെയ്യുന്നവർ പറയുന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ചിലർക്ക് പെയിൻ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ 2 മെത്തേഡ്സുകളാണുള്ളത്. അബദ്ധത്തിൽ ഏതെങ്കിലും ബൈ ചാൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു IPLs എടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ കോപ്പർ ടീ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വെറുതെ ഇങ്ങനെ സെക്സ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളിപ്പം കല്യാണ ശേഷം തന്നെ ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് തിങ്ക് ചെയ്യണം, കുറച്ച് നാളത്തെ കുട്ടികൾ വേണ്ട, കുറച്ച് ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കണം, ഒന്ന് എൻജോയ് ചെയ്യണം. ഹസ്ബൻഡിൻ്റെയും അവർക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണ ശേഷം ഭാര്യയ്ക്ക് ഒരു ജോലി വേണം. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട ഒരു ടൈം പീരീഡും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾ ഇപ്പം വേണ്ട എന്നുള്ള പ്ലാനിങ് ആണെങ്കിൽ ആ സമയത്തൊക്കെ ചിലപ്പോൾ അബദ്ധത്തിൽ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാണ്ട് റോങ് ആയിട്ട് നമ്മളെ വീഡിയോനെ കൺസിഡർ ചെയ്യരുത് കേട്ടോ. ഓക്കെ, എനിവേ അത്രയൊക്കെ തന്നെയുള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കാം.
ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. മാക്സിമം സിമ്പിളായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പല ടേമുകളും മനസ്സിലായില്ല. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോൾ സ്പേം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്താണെന്ന് തന്നെ മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. കാരണം അവൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് കൊണ്ട് മനസ്സിലായില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാലും മാക്സിമം സിമ്പിളായിട്ട് പറയാൻ നമ്മൾ ഇതിൽ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഒരുപാട് ടോപ്പിക്കുകൾ പെൻഡിങ്ങിലുണ്ട് കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. ആരുടെയും ടോപ്പിക്കുകൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിതിൻ സ്ക്വാഡ് എന്നാണ് ID. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടോ. അതുപോലെ ഞാൻ എൻ്റെ ഫോട്ടോ വരച്ച ചാനലിനെ കുറിച്ച് പറഞ്ഞല്ലോ, മിസ്റ്റ് ഓഫ് കളേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ചാനലിൻ്റെ പേര്. തീർച്ചയായിട്ടും എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ ചിത്രം വരച്ച ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മാക്സിമം പോയിട്ട് ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ നിർത്തിയാണ്. ഇറ്റ്സ് മീ നിതിൻ രാജ്.